ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചത് എഡിറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയതാണ്. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെമ്മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഫ്രൈ ആക്കിയെടുത്ത് ചെമ്മീൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള പാനൊക്കെ വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ചെമ്മീൻ അതിലോട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഭയങ്കര മടിയാണ്. ഇപ്പോൾ സ്കൂളും കൂടി ഇല്ലല്ലോ, പൊട്ടാരെ മടിയാണ്. കാരണം എന്തുണ്ടാക്കും തലേ ദിവസം ഡിസൈഡ് ചെയ്ത് കിടന്നില്ലെങ്കിൽ തീർന്ന് രാവിലെ ഇനി എന്തുണ്ടാക്കും എന്നുള്ള ചിലപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കുള്ളൂ. കൂടുതൽ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ മോന് സ്കൂളിൽ വിടുന്ന ടൈമിലാണെങ്കിലും ഞാൻ ചിലപ്പോൾ അവർക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കുള്ളൂ. 11:30 മണിക്കാണ് അവനിക്ക് ലഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചോറ് കഴിക്കാനുള്ള ടൈം പെട്ടെന്ന് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റായിട്ട് കൊടുക്കുകയുള്ളൂ. മോള് പോണ ടൈം ആകുമ്പോഴത്തേക്കും അവനിക്ക് 7:30 മണിക്ക് പോകണം. അതുകൊണ്ട് ആ സമയത്ത് ടിഫിനും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടി ഒന്നും എനിക്ക് സെറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് അവനിക്ക് ഉണ്ടാക്കി കൊടുക്കും. സ്കൂളിലോട്ട് ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് കാര്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യല്. പിന്നെ മോള് പോണ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റായിട്ടുണ്ടാവും. അവൾ 9 മണിക്കാണ് പോണത്. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ട് അതെടുത്ത് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് കറിയൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. കറിയല്ല, കുറച്ച് എന്താ പറയുക, വരട്ടിയ പോലെ എടുക്കാനാണ്. അപ്പോൾ അതിനുള്ള അതിനുവേണ്ടി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സവാള കുറച്ച് ഞാൻ കട്ട്ലേറ്റിനെ കറിയണ പോലെ ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. കുറച്ച് നേരിയതാക്കി നമ്മൾ ഈ മുട്ട റോസ്റ്റിനൊക്കെ ചെയ്യണ പോലെ കട്ട് ചെയ്യുന്ന സവാള പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. ഞാൻ എളുപ്പത്തിന് അങ്ങനെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഇട്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതും കൂടി ഇട്ടുകൊണ്ട് നമ്മൾ നോർമലി ചെമ്മീൻ റോസ്റ്റൊക്കെ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മസാലപ്പൊടികളൊന്നും വേറൊന്നും ഞാൻ ആഡ് ചെയ്യണില്ല. നമ്മൾ നോർമലി ചെമ്മീൻ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കുന്നത്. പിന്നെ ചെമ്മീൻ കുറച്ച് ഇരിപ്പുള്ളതുകൊണ്ട് തന്നെ ചെമ്മീൻ റോസ്റ്റ് ആക്കി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച്. വേറൊന്നും ഇനിയിപ്പോൾ ഒന്നും ചെയ്യണില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയും തട്ടിക്കൂട്ടി ചെമ്മീൻ പുട്ടാക്കി ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ വരട്ടിയെടുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് കൊടുക്കാം. ഞാനിവിടെ സ്റ്റീംഡ് പുട്ടിയിടാൻ തന്നെ ഇവിടെ അജ്മീറാണ് യൂസ് ചെയ്യണത്. നമ്മൾ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള പൊടിയൊക്കെ തീർന്നിട്ട് അല്ലാതെ വാങ്ങിക്കുന്നത് ഈ പാക്കറ്റ് വാങ്ങിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി പുട്ടൊക്കെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പുട്ടിൻ്റെ കണയിലോട്ട് ചെമ്മീൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രൈ ആയി പോയിട്ടാണ്. കുറച്ച് അധികം നേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആവിയേറ്റെടുത്തപ്പോൾ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ നേരത്ത് ആ ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സ്റ്റീംഡ് പുട്ടുപൊടി ആയതുകൊണ്ട് ആ ഒരു പ്രശ്നവും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.